ഹായ് കൂട്ടുകാരെ. അപ്പോഴേ നമുക്ക് ചൂടൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടിരിക്കുകയല്ലേ, ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ എല്ലാവർക്കും. ഇത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കോഴി ഫാം നടത്തുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനും പലരെയും കോൺടാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് പല കാര്യങ്ങളും സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ഡൗട്ടുള്ള പല കാര്യങ്ങളും, നമുക്കാണെങ്കിൽ സംശയമുള്ളതും അതുപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ പലരോടും ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് പലർക്കും പല രീതിയിലാണ് ആ പ്രശ്നങ്ങളുള്ളത്. ഇപ്പം ഞാൻ പറയാം, എനിക്കിപ്പം ഞങ്ങളുടെ ഇതിൽ എനിക്ക് കോഴി ഫാമിൽ കുറച്ച് പ്രോബ്ലംസ് വന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു കോഴീനെ മേടിച്ച്, ഒരു നാടൻ കോഴീനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൂവനും പെടയായിട്ട് ഒരിടത്തു നിന്ന് മേടിച്ചു. അപ്പം ഈ പെടക്കോഴിക്ക് പനി ഉണ്ടായിരുന്നു ഓൾറെഡി. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളിവിടെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ ബാക്കിയുള്ള കുറച്ച് കോഴികൾക്കും കൂടെ അത് പകർന്ന് ആകെ മൊത്തത്തിൽ സീനായിരുന്നു. പക്ഷേ ഭാഗ്യം പോലെ ഒന്നിനും ഡെഡായേണ്ട ഒരു സാഹചര്യം വന്നില്ല. കാരണം വെച്ചാൽ ഞാനിവിടെ ഓൾറെഡി എപ്പോഴും കൊടുക്കുന്നൊരു മരുന്നാണ് നമ്മൾ ആര്യവേപ്പില, അതുപോലെ തന്നെ പനിക്കുറക്ക, മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും കൂടെ നമ്മളാണ് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം അത് ഡെയിലി വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാനിത് ഡെയിലി കൊടുക്കുന്നത് കൊണ്ട് ഒന്നും ഡെഡായില്ല. പക്ഷേ സംഗതി എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് എണ്ണത്തിന് പനി വന്നു. കാരണം അതിൻ്റെ കൂടെ ഇട്ട കുറച്ച് കോഴികൾക്ക് പനി വന്നു. പിന്നെ അതിന് ശേഷം നമ്മളതിനെ സെപ്പറേറ്റ് മാറ്റി ഒബ്സർവേഷനിൽ വെച്ചു. ഞാനിവിടെ എൻ്റെ കോഴികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഒബ്സർവേഷൻ റൂമൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ച് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ ആ സമയങ്ങളിൽ കൊടുത്തിരുന്ന തീറ്റയെന്ന് വെച്ചാൽ സ്റ്റാർട്ടറാണ് ഞാൻ ആ സമയങ്ങളിൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കോഴികളുടെ പെട്ടെന്ന് പനിയൊക്കെ മാറി, പെട്ടെന്ന് എല്ലാവരും ഉഷാറായി, ഓക്കെ ആയി. വാങ്ങിച്ചുകൊണ്ട് വന്ന കോഴിയാണ്, പക്ഷേ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല പനി ഉണ്ടായിരുന്നു തോന്നുന്നത്. അത് എനിക്ക് എന്താ പറയുക, ഒരു അബദ്ധം പറ്റി. ഞാൻ കോഴിയെ കണ്ടപ്പോൾ എനിക്ക് കണ്ട ആ ആവേശത്തിൽ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. ഞാനീ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അവരുടെ എന്ന് പറഞ്ഞവർക്ക് അവർ തിരിച്ച് കോഴീനെ എടുത്തതുമില്ല. ഓക്കെ പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ചട്ടനെ എന്താണ്, പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടി ദൈവം ചതിക്കുന്നില്ലേ പറയുന്നത്. അപ്പോൾ അത്രയും ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ ഇവിടെ പലരും ചോദിക്കാവുന്ന ഒരു ഡൗട്ടാണ്, ചൂടൊക്കെ ഇല്ലേ, അപ്പം ചൂട് വന്നിട്ട് പലയിടത്തും കോഴിപ്പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ചേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? അതുപോലെ തന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കോഴിപ്പനി ഉണ്ടോ എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ, കോഴികളൊക്കെ എങ്ങനെ ഹെൽത്തി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി കൊടുക്കുന്ന വെള്ളത്തിനകത്ത് ഒരു നേരം ഈ മരുന്നുകൾ കൊടുക്കും, ഒരു നേരം ലെക്സിൻ പൗഡറും കൊടുക്കും. അത് ഡെയിലി ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും വരുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. മറ്റേത് ഞാൻ അല്ലാതെ തന്നെ ഡെയിലി നമ്മൾ ഫാം തുടങ്ങി അന്ന് തൊട്ടേ കൊടുക്കുന്നൊരു വെള്ളമാണ് ഈ പനിക്കുറക്ക, ആര്യവേപ്പില, മഞ്ഞൾ ഇത് അരച്ച് കൊടുക്കുന്ന വെള്ളം. അത് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കും. കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ കൊടുക്കുന്ന വെള്ളമാണ്. അത് ഞാൻ നിർത്തിയിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു ചെറിയ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോഴിക്കൂട്ടിലെ ചൂട്, ഇപ്പം നമ്മൾ പോയിട്ട് കോഴിക്കൂടിനെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് തലയിടുമ്പോഴോ കൈയിടുമ്പോഴോ നമുക്കതിനകത്ത് ചൂട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതല്ല നമ്മളിപ്പം അങ്ങനെ ചെല്ലാതെ തന്നെ കോഴികൾ ഭയങ്കരമായിട്ട് ചിറകെല്ലാം കൂടി ഇങ്ങനെ താത്തിട്ടിട്ട് ഇങ്ങനെ നിന്ന് കിതയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം കോഴികൾക്ക് ചൂട് അധികമായിട്ട്, അതായത് ഇവർക്ക് ഇവരുടെ ബോഡിയിൽ ചൂട് അധികമാകുന്ന സമയത്ത് ഇവർക്ക് നമ്മളെപ്പോലെ നമ്മുടെ സ്കിന്നിലൂടെ ഈ വിയർപ്പായിട്ട് ഇവർക്ക് പോവില്ല. ഇവർ വായിക്കൂടെയാണ് വിടുന്നത്. അതായത് പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പോത്താണെങ്കിലും എന്ത് ജീവിയാണെങ്കിലും ശരി തന്നെ, അവർ വായിക്കൂടെയാണ് അവരുടെ ചൂട് വിടുന്നത് പുറത്ത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം എനിക്ക് മനസ്സിലാവും ആ ടെമ്പറേച്ചർ ആയി എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വെള്ളം ജസ്റ്റ് മിസ്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതായത് ജസ്റ്റ് ആ ഒരു മിസ്റ്റ് ഫോമിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. എല്ലാ കോഴികൾക്കും സ്പ്രേ ചെയ്യും. അപ്പം പെട്ടെന്ന് ആ കോഴികൾ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് മാറ്റം വരുമല്ലോ, അതായത് അത്യാവശ്യം വെള്ളം ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവരുടെ ബോഡി ഒന്ന് കൂളാവും. അപ്പം ഞാൻ എൻ്റെ എല്ലാ കോഴികൾക്കും ചെയ്യുന്നൊരു ട്രിക്ക് ഇതാണ്. അതായത് അവർ ആ ചിറക് താത്തിട്ട്, പക്ഷേ ഫ്ലോർ ഞാൻ നനയ്ക്കാറില്ല കേട്ടോ. ഫ്ലോർ ഒരു കാരണവശാലും ഞാൻ നനയ്ക്കത്തില്ല. ഫ്ലോർ നനഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് ഭയങ്കരമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഫ്ലോർ നനയ്ക്കരുത്. ഫ്ലോറിലുണ്ടാകുന്ന, ഇപ്പം ഞാൻ വളർത്തുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെങ്ങും ആർക്കും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ല് വരേണ്ടതാണ് ഞാൻ വളർത്തുന്ന രീതിയിൽ. പക്ഷേ ഞാനതാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഞാനിത് മാറ്റി കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ, അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഈ പനിയുടെ കാര്യം, ഈ ചൂടായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. പലരും ഈ ഐസ് വെള്ളമൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഫലവത്താവും എന്നെനിക്കറിയില്ല. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ കോഴികൾ ചിറക് താത്തിട്ട് കിതയ്ക്കുന്നൊരു സിറ്റുവേഷൻ, ആ ഒരു നിലയിലെത്തുമ്പോൾ ഞാൻ പെട്ടെന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ബോഡി ഒന്ന് കൂളാവും അവരുടെ. എന്നിട്ട് ആ കിതപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും. ഞാനിവിടെ സ്ഥിരം ചെയ്യുന്നൊരു കാര്യം കേട്ടോ. ഈ ടെമ്പറേച്ചർ ഇപ്പം ചൂട് ഇത്രയും അധികമായി നിന്നതിന് ശേഷം ഞാൻ
സ്ഥിരം ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കോഴികൾക്ക് അങ്ങനെ ചൂട് കാരണം വരുന്ന പനിയോ അല്ലെങ്കിൽ അത്രയും ചൂട് കാരണം അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കിതച്ച് കുഴഞ്ഞു പോകുന്ന ആ ഒരു നിലയൊന്നും എത്താറില്ല. ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് ഡെയിലി ഞാൻ ചിലപ്പോൾ ഒരു തവണ ചെയ്യുള്ളൂ, ചിലപ്പോൾ 2 തവണ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കോഴിക്ക് ഒരു ദോഷം ഉണ്ടാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ മുന്നോട്ട് പോകുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് മിസ്റ്റ് പോലെ, അതായത് വെള്ളം പോലെ അല്ല, ജസ്റ്റ് ആ ഒരു എന്താ പറയുന്നത്, ജസ്റ്റ് നമ്മൾ സ്പ്രേ അടിക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ കോഴികളൊന്ന് നനച്ചു കൊടുത്താൽ മതി, സെറ്റാണ്. അപ്പോൾ എൻ്റെ കോഴിക്ക് പനി വരാതിരിക്കുന്നതിൻ്റെ റീസണും പനി വരാതെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതും ഞാൻ എൻ്റെ ഒരു ട്രിക്ക് ഇതാണ്. പലരും ചോദിച്ചതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും കൂട്ടുകാരെ ബൈ.